വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സൈക്കോളജി ടോപ്പിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് സൈക്കോളജി എന്നുള്ള വാക്ക് ഗ്രീക്ക് ഒറിജിനാണ്. സൈഷയും ലോഗോസും. അപ്പം സൈഷയുടെ മീനിങ് സോൾ എന്നാണ്, ലോഗോസിന്റെ മീനിങ് സയൻസ് എന്നാണ്. അപ്പം സൈക്കോളജിയുടെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് സയൻസ് ഓഫ് സോൾ എന്നാണ്. സയൻസ് ഓഫ് സോൾ എന്നാണ് സൈക്കോളജിയുടെ ആദ്യത്തെ ഡെഫിനിഷൻ. രണ്ടാമത്തത് സയൻസ് ഓഫ് മൈൻഡ് എന്നാണ്. സയൻസ് ഓഫ് മൈൻഡ് എന്നാണ് രണ്ടാമത് ഡിവൈസ് ചെയ്ത സൈക്കോളജിയുടെ ഡെഫിനിഷൻ. മൂന്നാമതായിട്ട് വില്യം ജെയിംസും വില്യം എമ്മും കൂടെ പറഞ്ഞു വെച്ച ഡെഫിനിഷനാണ് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന്. അപ്പം വില്യം ജെയിംസും വില്യം എമ്മും കൂടെ പറഞ്ഞു വെച്ചതാണ് സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ഡെഫിനിഷൻ. ഇനി ഇപ്പം നമ്മൾ പഠിക്കുന്ന സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞു വെച്ചത് JB വാട്സൺ ആണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞു വെച്ചത് JB വാട്സൺ ആണ്. സോ ആദ്യമായിട്ട് സയൻസ് ഓഫ് സോൾ, സയൻസ് ഓഫ് മൈൻഡ്, സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് സയൻസ് ഓഫ് ബിഹേവിയർ. അപ്പൊ സയൻസ് ഓഫ് ബിഹേവിയർ പറഞ്ഞത് JB വാട്സൺ ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കിൻഡർഗാർട്ടൻ സിസ്റ്റം പറഞ്ഞു വെച്ചത് ഫ്രോബൽ ആണ്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ റൂസോ ആണ്. ഇനി റൂസോയുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് എമിലി എന്നുള്ള പുസ്തകം രചിച്ചത് റൂസോ ആണ്. അല്ലെങ്കിൽ ട്രീറ്റിസസ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള പുസ്തകവും എമിലിയുടെ മറ്റൊരു പേര് തന്നെയാണ്. അപ്പം ഈ ബുക്ക് രചിച്ചത് റൂസോ ആണ്. ഞാൻ മറ്റു വീഡിയോകളിൽ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു. സോ നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് നോക്കാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അപ്പം ജീൻ പിയാഷയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. അപ്പം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന തിയറിക്ക് പ്രധാനമായിട്ടും 4 സ്റ്റേജും ഉണ്ട്, 4 കൺസെപ്റ്റും ഉണ്ട്. 4 കൺസെപ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത് കൺസെപ്റ്റ് സ്കീമ. രണ്ടാമത്തത് അഡാപ്റ്റേഷൻ. മൂന്നാമത്തത് ഇക്വിലിബ്രേഷൻ. നാലാമത്തത് ഓർഗനൈസേഷൻ. ഇതിനകത്ത് അഡാപ്റ്റേഷൻ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് അസിമിലേഷനും അക്കോമഡേഷനും. നമുക്കിനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് സ്കീമ. അപ്പം സ്കീമയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടൊരു 3-4 ഡെഫിനിഷൻസ് പഠിച്ചു വെച്ചേക്കണം. ഒന്നാമതായിട്ട് ഒരു മെന്റൽ സ്ട്രക്ചർ ആണ് സ്കീമ. അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിങ്കിങ് പ്രോസസ് എന്ന് അറിയപ്പെടുന്നതും സ്കീമ തന്നെയാണ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് തിങ്കിങ് പ്രോസസ് എന്ന് അറിയപ്പെടുന്നതും സ്കീമ തന്നെയാണ്. നാലാമത്തെ ഡെഫിനിഷനാണ് സൈക്കോളജിക്കൽ ഫ്രെയിംവർക്ക്. അപ്പം ഈ പേരിലെല്ലാം അറിയപ്പെടുന്നത് സ്കീമ തന്നെയാണ്. സ്കീമയാണ്. നമ്മളൊരു വസ്തു ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു മെന്റൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ മെന്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, ഒരു ചെറിയൊരു അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫ്രെയിംവർക്കിനെ വിളിക്കുന്ന പേരാണ് സ്കീമ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അസിമിലേഷനും അക്കോമഡേഷനും. പുതിയൊരു കാര്യം കാണുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമയിലേക്ക് ആഡ് ചെയ്യപ്പെടുക, അതിന് വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ. ഇനി അക്കോമഡേഷൻ ആവട്ടെ, നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമയെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഈ 2 പ്രോസസ്സും നല്ല രീതിയിൽ നടന്നാൽ അത് ഇക്വിലിബ്രേഷൻ ആണ്. ഈ 2 പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ഇക്വിലിബ്രേഷൻ ആണ്. 4ാമത്തെ സ്റ്റേജ് ഓർഗനൈസേഷൻ. ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി നമുക്ക് സ്റ്റേജസ് നോക്കാം. പ്രധാനമായിട്ട് 4 സ്റ്റേജുകളാണുള്ളത്. ഒന്നാമതായിട്ട് സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പം സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഒന്നാമതായിട്ട് സെൻസുകൾ മൂവ്മെന്റ് വഴിയാണ് കുട്ടി കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. സെൻസസ് ആൻഡ് മൂവ്മെന്റ്സ് ആണ് ഒന്നാമത്തെ പോയിന്റ്.
രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഒബ്ജക്ട് പെർമനൻസ് ആണ്. ഒരു ഇല്ലാത്ത വസ്തു അവിടെ തന്നെ നിലകൊള്ളുന്നു എന്ന് ഉള്ള കുട്ടിയുടെ ഒരു ബോധ്യമാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ചിന്തയാണ് ഈ ഒബ്ജക്ട് പെർമനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഒബ്ജക്ട് പെർമനൻസ് ഉണ്ടാവുന്നത്. ഒബ്ജക്ട് പെർമനൻസ് ഉണ്ടാവുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. രണ്ടാമതായിട്ട് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ പ്രീ ഓപ്പറേഷൻ പിന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്രീ കൺസെപ്ഷ്യൽ ആയിട്ടും ഇൻഡ്യൂട്ടീവ് പീരീഡ് ആയിട്ടും. അപ്പം അത് എക്സാംസിന് ചോദിക്കുകയാണ്, വ്യക്തമായിട്ട് എഴുതുക. പ്രീ കൺസെപ്ഷനും ഇൻഡ്യൂട്ടീവ് പീരീഡും വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ തന്നെയാണ്. ഇനി ഇതിനകത്തുള്ള കുറച്ച് പോയിന്റ്സ് പറയാം. ഒന്നാമതായിട്ട് സിംബളിക് റെപ്രസെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഓപ്പറേഷണൽ പീരീഡിലാണ്. ഇനി പ്രീ ഓപ്പറേഷണൽ പീരീഡിൽ ഇൻഡ്യൂഷൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു വിധത്തിലുള്ള ലോജിക്കൽ തിങ്കിങ്ങും ഇല്ല. ഇൻഡ്യൂഷൻസ് മാത്രമേ ഉള്ളൂ പ്രീ ഓപ്പറേഷണൽ പീരീഡിൽ. മൂന്നാമത് പ്രധാനപ്പെട്ട പോയിന്റാണ് ഈഗോ സെൻട്രിസം. കുട്ടി ഒരു കാര്യം അവന്റേതായ രീതിയിൽ മാത്രം കാണുന്നു, മറ്റുള്ളവരുടെ കൺസെപ്റ്റ് അവൻ എടുക്കാത്തതാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. നാലാമതായിട്ട് പ്രിറ്റൻ പ്ലേയിലേക്ക് കുട്ടിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു പീരീഡാണ് പ്രീ ഓപ്പറേഷണൽ പീരീഡ്, പ്രിറ്റൻ പ്ലേ. സോ ഇതൊരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ കൂടെയാണ്. ഈ രീതിയിൽ ഈ ഏജിലുള്ള കുട്ടികളെ പഠിപ്പിക്കാമെന്നും പിയാഷെ പറഞ്ഞു വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പം കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ കണ്ട് അവയെ തിരിച്ചറിയുവാനും അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിക്കുന്നു. ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ഈ സ്റ്റേജിലാണ് കുട്ടികൾക്ക് റിവേഴ്സ് തിങ്കിങ് പോസിബിൾ ആയിട്ടുള്ളത്. ഒത്തിരി ക്വസ്റ്റ്യൻ വരുന്ന ചോദ്യമാണ്, ഏത് സ്റ്റേജിലാണ് പിയാഷെയുടെ ഏത് സ്റ്റേജിലാണ് റിവേഴ്സ് തിങ്കിങ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം റിവേഴ്സ് തിങ്കിങ് ഉള്ളത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. രണ്ടാമതായിട്ട് ഈഗോ സെൻട്രിസം. സെക്കൻഡ് സ്റ്റേജിലുള്ള ഈഗോ സെൻട്രിസം ഡിസപ്പിയർ ചെയ്യുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, കുട്ടികൾക്ക് ഒബ്ജക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒബ്ജക്ട്സ് ഒക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാനറിൽ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, കാര്യങ്ങൾ ഇൻഡ്യൂസ് ചെയ്തെടുക്കുവാനും കുട്ടിക്ക് ഈ സ്റ്റേജിൽ സാധ്യമാകും. കാര്യങ്ങൾ ഇൻഡ്യൂസ് അതായത് ഇൻഡക്ഷൻ ഒക്കെ ഈ സ്റ്റേജിൽ പോസിബിൾ ആണ്. അവസാന സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് അബ്സ്ട്രാക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, ഇല്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ നേരെ കാണാത്ത വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിക്കുന്നു. അപ്പം അബ്സ്ട്രാക്ട് തിങ്കിങ്ങും അബ്സ്ട്രാക്ട് റീസണിങ്ങുമാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. അബ്സ്ട്രാക്ട് തിങ്കിങ്ങും അബ്സ്ട്രാക്ട് റീസണിങ്ങും അതേസമയം സാധാ റീസണിങ് ലോജിക്കൽ റീസണിങ് ആണെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജുമാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തതായിട്ട് ഇന്റലിജൻസ് ടെസ്റ്റുകളാണ്. ഞാൻ പ്രധാനപ്പെട്ട ഇന്റലിജൻസ് തിയറീസിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ഇന്റലിജൻസ് ടെസ്റ്റ് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണുള്ളത്, ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും. അപ്പൊ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഏതൊക്കെയാണ് പഠിച്ചു വെക്കുക, ഗ്രൂപ്പ് ടെസ്റ്റ് ഏതൊക്കെയാണ് പഠിച്ചു വെക്കുക. ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ. അപ്പൊ പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ബിനറ്റ് സൈമൺ ടെസ്റ്റ് ആണ് ഒന്നാമത്തത്. രണ്ടാമതായിട്ട് സ്റ്റാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റ്. മൂന്നാമതായിട്ട് വെഷ്ലേഴ്സ് ടെസ്റ്റ്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റുകൾ നോക്കാം. ആർമി ആൽഫ ടെസ്റ്റ്, ആർമി ബീറ്റ ടെസ്റ്റ് ആൻഡ് മൂന്നാമത്തത് റാവൻസ് പ്രോഗ്രസീവ് ടെസ്റ്റ്. സോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആർമി ആൽഫ, ആർമി ബീറ്റ, റാവൻസ് പ്രോഗ്രസീവ് ഒക്കെ ഗ്രൂപ്പ് ടെസ്റ്റുകളാണ്, ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റുകളാണ്. ഇനി ഇൻഡിവിജ്വൽ ടെസ്റ്റുകളാണ് ബിനറ്റ് സൈമൺ, സ്റ്റാൻഫോർഡ് ബിനറ്റ് ആൻഡ് അവസാനത്തെ വെഷ്ലേഴ്സ്. അപ്പൊ വെഷ്ലേഴ്സ് ടെസ്റ്റില് വെഷ്ലേഴ്സ് അഡൾട്ട് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് മാത്രമേ ചിലപ്പോൾ കൊടുക്കത്തുള്ളായിരിക്കും. സോ അതുകൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഞാൻ അതിന്റെ സ്റ്റേജസ് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം പറയാം. അഡോളസൻസ് സ്റ്റേജിലുള്ള ഒരു പ്രശ്നമാണ് ഏതാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇതും ജസ്റ്റ് നോർത്ത് വെച്ചേക്കുക. ബാക്കി
സ്റ്റേജസും പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് മോറൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ മോറൽ ഡെവലപ്മെന്റ് എന്നുള്ള തിയറി കോൾബർഗിന്റെതാണ്. മോറൽ ഡെവലപ്മെന്റ് എന്നുള്ള തിയറി കോൾബർഗിന്റെ ആണ്. പ്രധാനമായിട്ട് 3 സ്റ്റേജുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാം സ്റ്റേജ് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആണ്. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് തേർഡ് വൺ പോസ്റ്റ് കൺവെൻഷണൽ. ഇപ്പം കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് വിച്ച് അപ്പിയേഴ്സ് മോസ്റ്റ് ആണ്, ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യുന്ന ട്രേറ്റ് ആണ് കാർഡിനൽ ട്രേറ്റ്. ഇനി കാർഡിനൽ അത്രയും ഇല്ലെങ്കിലും ഒരു ജനറലൈസ്ഡ് ആയിട്ട് കാണപ്പെടുന്ന ട്രേറ്റ് ആണ് സെൻട്രൽ ട്രേറ്റ്. ഇനി നാരോ ട്രേറ്റ്സ് ആണ് സെക്കൻഡറി ഡിസ്പോസിഷൻ. നാരോ ട്രേറ്റ്സ് ആണ് ഇതിൽ പഠിക്കുന്നത് ലേണിംഗ് കർവ്സ് ആണ്. അപ്പം ലേണിംഗ് കർവ്സ് പ്രധാനമായിട്ട് 3 വിധമുണ്ട്. ഒന്ന് പോസിറ്റീവ് ലേണിംഗ് കർവ്, നെഗറ്റീവ് ലേണിംഗ് കർവ്. അപ്പം പോസിറ്റീവ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത് ഒരു കോൺകേവിന് തുല്യമാണ്. നെഗറ്റീവ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത് കോൺവെക്സ് കർവ് ആണ്. ഇനി കോൺകേവോ കോൺവെക്സ്. ഓൺലൈൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്രയും സ്പീഡിൽ ക്ലാസ്സുകൾ എടുത്തത്. അപ്പം അവർക്കൊട്ടും സമയം നഷ്ടപ്പെടാത്ത രീതിയിൽ മാക്സിമം ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ടോപ്പിക്സ് വളരെ സ്പീഡിലാണ് പോയിട്ടുള്ളത്. ഈ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ കുട്ടികൾക്ക് വേണ്ടി വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അവർ ഈ വീഡിയോ കണ്ടിട്ട് സാറേ സ്പീഡ് കൂടിപ്പോയെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി വേറെ വീഡിയോസ് ചെയ്യുന്നതിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് സെം എക്സാമിനോട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ബി ഹാപ്പി. നാളെ എല്ലാവരും എക്സാം പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ തെറ്റി അല്ലെങ്കിൽ 5-6 ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്നുള്ളത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവസാനം വരെ നോക്കുക. ആദ്യം ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാലും ഒരു 22-23 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വായിച്ച് ചിന്തിച്ച് എഴുതുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. നാളത്തെ എക്സാമുകൾക്ക് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.